സർക്കാരിന്റെ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും നിലവിൽ കർശന നിയമം രാജ്യത്തുണ്ട്. അങ്ങനെയിരിക്കെ പുതിയ നിയമം കൊണ്ടുവരുന്നതിൽ ആശങ്കയുണ്ട്. സഭ വിദേശ ഫണ്ട് സ്വീകരിച്ച നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനമായി കാണുന്നത് സങ്കടകരമാണെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും ഇപ്പോൾ തന്നെ ഭാരതത്തിൽ വളരെ കർശനമായ വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്. അങ്ങനെ നിലവിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കുകയും അവർ വളരെ കൃത്യമായിട്ട് അതെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തിനാണ് ഇപ്രകാരം ഒരു നിയമം കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു കൺസേൺ ആണ്. സഭ വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്താനും അതുപോലെ ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെ സഭയ്ക്ക് സാധിച്ചിട്ടുള്ളത്. അത് ഒരു വളരെ നല്ല കാര്യമായിട്ട് കരുതേണ്ടതിന് പകരം അതിനെയെല്ലാം ഒരു ഏതാണ്ട് ദേശവിരുദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിലേക്കൊക്കെ കൊണ്ടുവരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്.